ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഷവർമ്മ പൂളയാണ്. അതിന് വേണ്ടി കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, കബേജ് ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് സാധാ മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തതാണ്. പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ മയോനൈസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ചെറുതായിട്ടൊന്ന് യൂസായി പോയിട്ടുണ്ട്, സാരമില്ല, കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സർ ജാറിലേക്ക് ഒരു കോഴിമുട്ട, ഒരു കപ്പ് മൈദ, ഒരു കപ്പ് പാല്, പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. പാൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വേറെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ബാറ്ററിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിരുന്നു, ഈസിയാണ്, ടേസ്റ്റിയാണ്. പിന്നെ നമ്മളെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, മൈദയാണ്, എന്നാലും എണ്ണയിലൊക്കെ മുക്കി പൊരിച്ച് സ്നാക്കിനേക്കായൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. നമ്മളെ കൂട്ടിലേക്ക് തയ്യാറാക്കി ഇതിൻ്റെ ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു 20-25 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ അടിയിൽ പഴയ പാത്രം വെച്ച് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാന് വെച്ചിട്ടുള്ളത്. ഡയറക്റ്റായി വെക്കരുത്, അടി കരിഞ്ഞു പോയി മോള് കുക്കായി കിട്ടില്ല. ഞങ്ങൾ മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്താ പറയുക, എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വെന്തുക്കണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി കൊണ്ടോ എന്തൊട്ട് ഒന്ന് കൊത്തി നോക്കി നമുക്ക് ഇത് ഉള്ളൊക്കെ വെന്തുക്കണമെന്ന് അറിയും. അപ്പോൾ അത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മൊരിയിപ്പിച്ചെടുത്ത് നമ്മളെ സ്നാക്ക് റെഡി ഗായ്സ്.